അല്ല, അത് അജണ്ടകളെ വഴിമാറ്റാൻ വികസനം ഉൾപ്പെടെയുള്ള വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പല UDF സ്ഥാനാർത്ഥികളുടെ നില പരുങ്ങലിലാവും, ദയനീയമാവും. കോഴിക്കോട് ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് ബേപ്പൂരിലാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അവിടുത്തെ LDF സ്ഥാനാർത്ഥി PM മുഹമ്മദ് റിയാസ് മറ്റു മണ്ഡലങ്ങളിൽ കൂടി സജീവമാവുകയാണ്. അദ്ദേഹത്തിനാണ് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചുമതല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. വലിയ ആവേശത്തിലാണല്ലോ. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചുമതല സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചുമതല അങ്ങനെ ഇവിടെ സമുന്നതരായ നേതാക്കളുണ്ട്, അവരാണ് ചുമതലയുള്ളത്. ഇവിടെ ഇപ്പോൾ വന്നതാണ്, ഇന്നലെയും ചില മണ്ഡലങ്ങളിൽ പോയി. പൊതുവെ LDFന് കോഴിക്കോട് ജില്ല അനുകൂലമാണ്, പൊതുവെ അനുകൂല സാഹചര്യം. ഇതിപ്പോൾ കോഴിക്കോട് നോർത്തിലാണുള്ളത്. എന്താണ് ഇവിടുത്തെ വിജയപ്രതീക്ഷ? നോർത്ത് മണ്ഡലത്തിലെ MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ ദീർഘകാലമായി ഒരു സാമൂഹിക പ്രവർത്തനം എന്നുള്ളതിന് നാട് അറിയുന്നതാണ്. കൗൺസിലർ, ഡെപ്യൂട്ടി മേയർ, കഴിഞ്ഞ 5 കൊല്ലം MLA. അപ്പോൾ സുപരിചിതനാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സൗമ്യതയുടെ ഒരു ആൾരൂപമാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ചില വോട്ടുകൾ വരാനുണ്ട്. LDFൻ്റെ വോട്ടൊക്കെ കൂടി ആകുമ്പോൾ വലിയ വോട്ടിന് ജയിക്കും. വികസനം തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയം അല്ലേ? അല്ല, തീർച്ചയായിട്ടും വികസനം, പൊതുരാഷ്ട്രീയം പ്രധാന ചർച്ചാ വിഷയമാണ്. കോഴിക്കോട് നഗരം എന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലിക്കറ്റ് ഒരു ന്യൂ കാലിക്കറ്റായി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ 10-12 പുതിയ റോഡുകൾക്ക് ഫണ്ടായി അത് വരാൻ പോകുന്നു. ഈ ദീർഘകാലത്തെ പ്രശ്നമായിരുന്നു മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ്, അത് പരിഹരിച്ചു. കനാൽ സിറ്റി വരാൻ പോകുന്നു. പിന്നെ ഒട്ടേറെ പ്രശ്നങ്ങൾ. അദ്ദേഹം വളരെ നന്നായി നിയമസഭയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ വളരെ ഉഷാറാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്ന് ഡീലാണ്, മറ്റൊന്ന് SDP ആണ്, ശബരിമല വിഷയമാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ എങ്ങനെയാണ് മണ്ഡലത്തിൽ കാണുന്നത്? അല്ല, അത് അജണ്ടകളെ വഴിമാറ്റാൻ വികസനം ഉൾപ്പെടെയുള്ള വിഷയം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പല UDF സ്ഥാനാർത്ഥികളുടെ നില പരുങ്ങലിലാവും, ദയനീയമാവും. അത്ര മാറ്റമാണല്ലോ കേരളത്തിൽ വന്നത്. എല്ലാവരും അംഗീകരിക്കില്ലേ? വലിയ ചേഞ്ച് വന്നിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഓരോ വികസന പ്രവർത്തനവും ഞങ്ങളുടെ പ്രചാരകരാണ്. നേരത്തെ ചൂണ്ടിക്കാട്ടി, ഒരു നല്ല റോഡിലൂടെ ഒരു മനുഷ്യർ യാത്ര ചെയ്താൽ ആ റോഡ് LDFന് വേണ്ടി വോട്ട് പിടിക്കുകയാണ്. ഒരു നല്ല പാലത്തിലൂടെ യാത്ര ചെയ്താൽ ആ പാലം ഇത് LDF വന്നുകൊണ്ടാട്ടോ ഞങ്ങളുണ്ടായത്, നാടിന് ഗുണമായത്, അതുകൊണ്ട് LDF ഇനി തുടരണം എന്ന അഭിപ്രായം വരിക. അപ്പോൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇതുപോലുള്ള സംഗതികൾ, ഒരു നല്ല സർക്കാർ സ്കൂളായിട്ട് ക്ലാസ് മുറിയിൽ പോയൊരു കുട്ടി ഇരുന്നാൽ ആ കുട്ടിയുടെ രക്ഷിതാക്കൾ കണ്ടില്ല, ഇത് LDF ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആ കെട്ടിടം വോട്ട് പിടിക്കുകയാണ് LDFന് വേണ്ടിയിട്ട്. അപ്പം മാറ്റം, പശ്ചാത്തല വികസന മേഖലയിലെ മാറ്റം, അതുപോലെ തന്നെ ജനക്ഷേമ പ്രവർത്തനം, വികസന പ്രവർത്തനം, ഇത് വലിയ അനുകൂല സാഹചര്യമാണ്. ഇവരുടെ പ്രതികരണം നോക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ പ്രചരണം നടത്തുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ റോട്ടിൽ കൂടെ നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മനസ്സിലായല്ലോ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, സമസ്ത തലത്തിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയ 10 വർഷങ്ങളാണ് കടന്നുപോയത്. വലിയ ആവേശത്തിലാണല്ലോ. നല്ല ആവേശത്തിലാണ്, തീർച്ചയായും നല്ല ആവേശത്തിലാണ്. നല്ല ഭരണം വരട്ടെ, ഇടതുപക്ഷം മുന്നോട്ട് വന്നിട്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവരൊക്കെയുള്ളത്. കാരണം LDFന്റെ വികസന പ്രവർത്തനങ്ങളുമായി അത്തരത്തിൽ അജണ്ടകൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും ഇപ്പോൾ മന്ത്രി PM മുഹമ്മദ് റിയാസ് മറ്റ് മണ്ഡലങ്ങളിൽ കൂടി സജീവമാകുന്നു എന്നുള്ളതാണ്. കോഴിക്കോട്ടെ ഇന്നലെ കൊയിലാണ്ടിയിലായിരുന്നു, ഇന്നിപ്പോൾ നോർത്ത് മണ്ഡലത്തിലാണ്. വരും ദിവസങ്ങളിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി അദ്ദേഹം വരും. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബേപ്പൂരിൽ ശക്തമായ മത്സരം നടക്കുകയാണ്. അത്തരത്തിൽ ആശങ്കകളൊന്നും മന്ത്രിയെ സംബന്ധിച്ച് ഇല്ല എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. വിനീഷ് ഒളമണിക്കൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.